കരയി നമ്മൾ അടുത്ത് വന്ന കണ്ണി മാത്തു. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അതിന് ഒക്കത്തൊരു ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു. കയറി പിടിച്ച് അവരുടെ മുഖം ഇങ്ങനെ മാന്തി പറിച്ചു. ഇത് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം? അതിന് പോകാനുള്ള വഴി ഉണ്ടെങ്കിൽ അവൻ മാറിപ്പോക്കോളും. ചെന്നായ്ക്കൾ പിന്നെ കൂട്ടമായിട്ട് മാന്യമൊക്കെ വേട്ടയാണ്, ജീവനോടെ അകിട് കടിച്ച് പറിക്കും. ആദ്യം ജീവൻ പോകുമ്പോഴത്തേക്കും ചെന്നായ്ക്കളത് തിന്നു തീർക്കും എന്നുള്ളതാണ്. കാട്ടിലെ ഏറ്റവും അപകടകാരിയായ ജീവി ഏതാണ്? കരടിയാണ്. കരടിയിട്ട് പോവുകയില്ല. കരയി നമ്മൾ അടുത്ത് വന്ന കണ്ണി മാന്തും, കണ്ണിൽ മാന്തും. അവൻ്റെ നഖം വലുതാണ്, നമ്മുടെ മുഖത്തടിക്കും. അതിൻ്റെ രീതി എങ്ങനെയാണ്? അതിൻ്റെ രീതി അതാണ്. നമ്മുടെ കാടുകളിൽ കരടിയുണ്ട്. കരടിയുണ്ട് ഈ പറമ്പിക്കുളം കാട്ടിൽ. പറമ്പിക്കുളം കാട്ടിൽ സാർ അങ്ങനെ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. പറമ്പിക്കുളം കാറ്റുണ്ട്. ഇങ്ങനെ ആക്രമിച്ച ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? കരടി ഇവിടുന്ന് ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ അല്ല, ആദിവാസികളെ ആക്രമിച്ചിട്ടുണ്ട്. അത് ഈ തത്തേങ്ങലെന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ഇവർ ഉള്ളിലേക്ക് നടന്നു പോയപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അതിന് ഒക്കത്തൊരു ചെറിയൊരു കുട്ടിയുണ്ടായിരുന്നു. ഇവർ ഈ കരടി അവിടെ നിന്ന് ചെതൽ തന്നെയായിരുന്നു, മാന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെതലാണ് എൻ്റെ പ്രധാന ഭക്ഷണം. ചെതലും പിന്നെ തേനുമാണ്. മണ്ണിലുള്ള തേൻ, മരത്തിലുള്ള തേനൊക്കെ എടുക്കും. അപ്പം ഇവൻ ചെതൽ പഠിച്ചുകൊണ്ടിരുന്നു. ഈ സ്ത്രീ പെട്ടെന്ന് അവിടെ വന്നു. അവർ ഊരിലേക്ക് കയറി പോകാൻ വേണ്ടി വന്നതാണ്. അതിൽ കരടി പിടിച്ച് അവരുടെ മുഖം ഇങ്ങനെ മാന്തി പറിച്ചു. അപ്പോൾ ഈ കവളൊക്കെ ഇങ്ങനെ വന്നു. അവരെ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കലിൽ കൊണ്ടുപോയായിരുന്നു. പിന്നെ അവരുടെ ഒക്കത്തിരുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, ആ കുട്ടിക്കും പരിക്ക് പോയി. കരടി മാന്തി അടിച്ചതെന്ന് തോന്നുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ദശ എടുത്ത് ഇത് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നെങ്കിൽ നമ്മുടെ അടുത്ത് ആയുധം വേണം, അല്ലെങ്കിൽ തീ വേണം. തീ ഉണ്ടെങ്കിൽ ഈ ഭയമാണ്. തീ കണ്ടാൽ ഓടും. അത് ഈ എല്ലാ കാട്ടുമൃഗങ്ങളും പോകും. എല്ലാ മൃഗങ്ങളും തീ കത്തിച്ചാൽ പോകും. സാർ, അതുപോലെ തന്നെ ഈ കരടിയുടെ ഈ രീതി ഉണ്ടല്ലോ. ഇപ്പോൾ കരടി പണ്ട് തൊട്ടേ പറഞ്ഞു കേൾക്കുന്നതാണ്, ഈ കരടി വന്ന നിലത്ത് അനങ്ങാതെ കവന്ന് കിടന്ന് രക്ഷപ്പെടാന്നൊക്കെ. അതൊക്കെ വെറുതെ പറയുന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. കരടി വന്നാൽ അല്ലെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ മരങ്ങളിൽ കയറുക, വലിയ മരങ്ങളിൽ കയറാതിരുന്നാൽ മതി. കരടി കയറും. കരടിക്ക് ഇങ്ങനെ പിടിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ വലിയ മരത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കയറാൻ പറ്റില്ല. ഇങ്ങനെ പിടിക്കാനേ അതിന് കഴിയുള്ളൂ. അല്ല ചെറിയ മരത്തിലാണെങ്കിൽ അതിന് കയറാൻ കഴിയില്ല. വലിയ മരത്തിൽ അതിന് പിടിയൊതുങ്ങുന്ന മരം വലുതായിരിക്കും. ഞാൻ സെൻസസിന് പോയപ്പോൾ കരടിയെ കണ്ടിട്ട് മേലത്തൊടുക്കി വെച്ചിട്ട് അട്ടപ്പാടിയുടെ അവിടെയാണ്. മെയ് മാസത്തിൽ സാധാരണ വൈൽഡ് ലൈഫ് സെൻസസ് ഉണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ വർഷവും മെയ് മാസം ഉണ്ട്. ഉണ്ട് എല്ലാ വർഷമുണ്ട്. അപ്പം മെയ് മാസം മിക്കവാറും 1-ാം തീയതി തൊട്ട് 4-ാം തീയതിയോ 3-ാം തീയതിയോ 4-ാം തീയതി വരെ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മേലത്തൊടുക്കി പോയപ്പം അത്തിമരം കേട്ടിട്ടില്ലേ? അത്തിമരത്തിൽ ഇവനിങ്ങനെ ഒരു കയറി നിന്ന് അത്തിപ്പഴം തിന്നുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സെൻസസിന് വേണ്ടി ഓരോ ട്രാക്ക് വിട്ടു. ആ ട്രാക്കിൽ കൂടി ഇങ്ങനെ അനങ്ങാതെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ ഞാനും ഒരു വാച്ചറും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പോയപ്പം എന്തോ ഒരു സൗണ്ട് കേട്ടോ. ഇവനിങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഞങ്ങളുടെ കാൽപ്പെരുമാറ്റം കേട്ടിട്ടാണെന്നൊന്നും അറിയില്ല. നോക്കി ഞങ്ങൾ മിണ്ടാതെ ഇങ്ങനെ നിന്നു, അനങ്ങാതെ ഇവനിങ്ങനെ നോക്കിയിട്ട് ഒരു 20 അടി പൊക്കത്തിൽ നിന്ന് അവൻ താഴേക്ക് ഒറ്റച്ചാട്ടം പിടിച്ചു. നേരെ നമ്മുടെ മുന്നിലേക്ക് ഇല്ല, താഴേക്ക് ചാടി ഇറക്കമായിരുന്നു. അവൻ ഉരുണ്ട് സ്ഥലം വിട്ടു. കണ്ടിട്ടില്ല, ഞങ്ങളെ കണ്ടിട്ടില്ല. അവന് മനസ്സിലായി ശത്രുക്കളാരോ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അവൻ താഴേക്ക് ചാടിയിട്ടുണ്ട്. അവൻ രക്ഷപ്പെട്ടു പോകുകയായത്. അല്ലാതെ നമ്മളെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇതൊരു പ്രകോപനമില്ലാതെ അങ്ങനെ അത് ബൈ ചാൻസിൽ എൻകൗണ്ടർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ അവൻ്റെ വഴി കൂടെ വന്നു. അതെല്ലാ കാട്ടുമൃഗങ്ങളും അങ്ങനെ തന്നെയാണ്. അവന് പോകാനുള്ള വഴി ഉണ്ടെങ്കിൽ അവൻ മാറിപ്പോക്കോളും. നമ്മൾ പെട്ടെന്ന് മാറാൻ വഴിയില്ല, ഫേസ് ടു ഫേസ് കൂട്ടിമുട്ടി എന്നാൽ ചിലപ്പോൾ അവൻ നമുക്ക് അറ്റാക്ക് ചെയ്യും. അതെല്ലാ മൃഗങ്ങളും അങ്ങനെ തന്നെ. അല്ലാതെ പർപ്പസ്ഫുള്ളായിട്ട് നിന്നെ ഞാൻ ഓടിച്ചു പിടിക്കും എന്നുള്ള ചിന്താഗതിയൊന്നും ഇല്ല, ഒരു മൃഗങ്ങളും ഇല്ല. വഴിയിൽ നിന്നും മാറിപ്പോകാൻ പറ്റുമെങ്കിൽ മാറിപ്പോകും. അല്ലെങ്കിൽ അത്ര ഭക്ഷണത്തിന് ആർത്തിയുള്ളതായിരിക്കണം. ഭക്ഷണം ഇപ്പം വയനാട്ടിലൊക്കെ ഭക്ഷണത്തിന് ആർത്തിയുണ്ടായിട്ടാൽ ഒരാളെ പുലി പിടിച്ചല്ലോ, കടുവ പിടിച്ചല്ലോ, പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന ആളെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന് ഭക്ഷണം വേറെ കിട്ടാൻ വഴിയില്ല, ഓടിച്ചിട്ട് പിടിക്കാൻ നിവൃത്തിയില്ല. വയസ്സായ കടുവയാണത്. അതുകൊണ്ടാണ് വയനാട്ടിലെ പിടിച്ചത്. അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളെ കരടി മനുഷ്യമാംസം ഭക്ഷിക്കില്ല. ഇല്ല. ഈ ചെതലും തേനൊക്കെ പ്യൂർലി വെജിറ്റേറിയൻ ആണ്. പക്ഷേ ആക്രമിക്കും. പിന്നെ ഉള്ളത് ഈ കടുവയാണ്. കടുവയുടെ രീതി
കടുവ രീതി ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അങ്ങനെ അതങ്ങനെ ഒരു കണ്ടമാനം വൈൽഡ് ലൈഫിനെ അറ്റാക്ക് ചെയ്തിട്ട് ഫുഡ് ശേഖരിച്ച് വെക്കുന്ന ഒരു ഇതൊന്നുമില്ല. അതിന് ഇന്നിപ്പോൾ ഒരു മാനിനെ പിടിച്ചു, അതൊരു ഒരാഴ്ച കൊണ്ട് അത് തിന്നു തീർക്കും. മാനിൻ്റെ ഇറച്ചി ആ എല്ലേന്ന് വിടുന്ന ഒരു വരും. ആദ്യം അവൻ അതിൻ്റെ ചങ്കും കരലും അതിന് അകത്തിറച്ചി തിന്നുകയാണ് ആദ്യം അകത്തിറച്ചി തിന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ ഇതൊന്നും എല്ലിൽ നിന്നൊക്കെ ഇറച്ചി വിടുന്ന ഒരു ആ സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ വന്നു ബാക്കിയുടെ തിന്നു. അങ്ങനെ ഒരാഴ്ച കൊണ്ട് തിന്ന് തീർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്കൊക്കെ കഷ്ടിച്ചൊക്കെ അവർ അങ്ങനെ കിടക്കും. 1 മാസം വരെ വരെയൊക്കെ നിൽക്കും. പിന്നെ വേട്ടയൊന്നും വേണ്ട. 1 മാസമൊക്കെ നിൽക്കും. ഈ കടുവ വേട്ടയാടിയിട്ടിട്ട് ഈ ചങ്കും കരളും തിന്നിട്ട് പോയ ജീവികളുടെ മാംസം ഭക്ഷിക്കാൻ ഈ സ്കാവഞ്ചേഴ്സ് മറ്റുള്ള ചെന്നായ്ക്കളൊരു ഇഷ്ടം പോലെ. പക്ഷേ എന്നാലും ഇവൻ്റെ ഒരു കണ്ണുണ്ടാവും അവിടെ. പിടിച്ചിട്ട പ്രയെ വേറെ തന്നെ ഭക്ഷിക്കുന്നുണ്ടെന്നൊരു ഇതുണ്ടാവും. അവനെ സേഫായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന പോലെ അവൻ നോട്ടം ഇടും. ഇന്നിപ്പോൾ കൊന്ന ഒരു ഇരയുണ്ടല്ലോ, അവന് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവിടെ വന്നിരിക്കും, ഉറപ്പായ സംഗതി. അവൻ വന്നത് കുറച്ചുകൂടെ തിന്നിട്ടേ പോകുള്ളൂ. വേറൊരു മൃഗങ്ങളും തിന്നാൻ അവൻ സമ്മതിക്കില്ല. അതാണ് കടുവയുടെ രീതി. ഈ ചെന്നായ്ക്കളല്ലാതെ കേരളത്തിലെ കാടുകളിൽ ഈ കുറുക്കന്മാരുണ്ടോ? കുറുക്കന്മാരുണ്ട്. ഉണ്ടോ? ഉണ്ട്. ചെന്നായ്ക്കളിലെ കുറുക്കന്മാരും ഉണ്ട്. അതെവിടെയാണ്? ഈ നമ്മുടെ പറമ്പിക്കുളത്തുണ്ട്. പറമ്പിക്കുളത്ത് ധാരാളമുണ്ട്. ചെന്നായ്ക്കൾ പിന്നെ കൂട്ടമായിട്ട് മാനിനെയൊക്കെ വേട്ടയാടും. ഓടിച്ചുകൊണ്ട് വെള്ളത്തിൽ ചാടിച്ചിട്ടും അല്ല നിർത്തി. അവൻ ശരിക്കും പറഞ്ഞാൽ മാന് ജീവനോടെ അവന്മാർ തിന്നും. ഏത്? ചെന്നായ്ക്കൾ തിന്നും, ജീവനോടെ തിന്നും. അകിട് കടിച്ച് പറിക്കും ആദ്യം അകിട് കടിച്ച് പറിച്ചു. അതുപോലെ എൻ്റെ പണ്ടവും കൊട്ടലതൊക്കെ താഴെ വീഴും, അതിന് പോകാൻ പറ്റാതെ. ആ മാനാണെങ്കിൽ അതിൻ്റെ ജീവൻ പോകുമ്പോഴത്തേക്കും ചെന്നായ്ക്കളത് തിന്നു തീർക്കും എന്നുള്ളതാണ്. അത്ര പെട്ടെന്ന് നിങ്ങൾ തിന്നും. ഈ കുറുക്കൻ ഇല്ല, പകരം കുറുനരികളാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അല്ലേ? കുറുനരികളിന് കുറുക്കൻ കുറുനരി ആയിക്കേണ്ടത് വ്യത്യാസം. കുറുനരികൾ ചില ഏരിയയിൽ അങ്ങനെ ഉണ്ടെന്ന് കേൾക്കാമെന്ന്. പക്ഷേ കുറുക്കനാ ഇവിടെ ഉള്ളതല്ല. കുറുക്കനുണ്ട്. കുറുക്കനുണ്ട്. പിന്നെ ഈ പുള്ളിപ്പുലി ലെപ്പേർഡുണ്ട് ഇഷ്ടം പോലെ. ഈ കാടുകളിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ലെപ്പേർഡ് ശരിക്കും പറഞ്ഞാൽ പൂച്ചവർഗമാണല്ലോ ഇതൊക്കെ. അപ്പോൾ അതിന് പൊതുവെ ഈ പറഞ്ഞ ടെറിട്ടറിയൽ ഹാബിറ്റാറ്റാണ്. അങ്ങനെ കൂട്ടമായിട്ട് നടക്കുന്നതൊന്നുമില്ല. അല്ലെങ്കിൽ തള്ളയും കുട്ടികളും വായിക്കൊണ്ട് നടക്കുന്ന 1-2 ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് ഈ പറമ്പിക്കുളം കാടുകളിലാണ് കൂടുതലുള്ളത്. ഈ പുലി മനുഷ്യനെ ആക്രമിക്കില്ല. പുലി എന്ന് പറയുന്നത് ഈ പുലിയാണ് സാധാരണ പറയാറ്. അങ്ങനെ മനുഷ്യനെ ആക്രമിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ പുലി ആക്രമിച്ച് അത് ഈ മൃഗങ്ങളെ പിടിക്കുക തന്നെയുള്ളൂ. ഇവിടങ്ങളിലൊക്കെ ഉണ്ട് പുള്ളിപ്പുലി. ഈ കാഞ്ഞിരപ്പുഴ ഈ സൈഡിലൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ കാഞ്ഞിരപ്പുഴ ഏറിയെന്നൊക്കെ. ഗുഹകളിലാണോ സാധാരണയായിട്ട് എങ്ങനെ ജീവിക്കാൻ? ഗുഹ അത് പകലുള്ള സമയം എവിടെയെങ്കിലും ഒളിഞ്ഞു കിടക്കും. പാറക്കെട്ടുകളിൽ കിടക്കും. കടുവ എങ്ങനെ? കടുവ കുറച്ചുകൂടി സേഫായിട്ട് എവിടെയെങ്കിലും നല്ല സേഫായ സ്ഥലമേ കിടക്കുള്ളൂ. അവന് യാതൊരു ഉപദ്രവമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ കടുവ കിടക്കുള്ളൂ. കാട്ടിൽ വ്യത്യസ്തങ്ങളായ ജീവികളുടെ മുന്നിൽ വന്യമൃഗങ്ങൾ ഒരുപാടുള്ള കാടാണ്. അങ്ങനെ എന്തെങ്കിലും അനുഭവം? ഇഷ്ടം പോലെ. പറമ്പിക്കുളത്ത് ഇഷ്ടം പോലെ ആനയുടെ മുമ്പിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ശിരുവാണിന്ന് ഒരിക്കൽ ആനയുടെ മുമ്പിൽ പെട്ടു. ആന നമ്മൾ നടന്നു വരികയാണെങ്കിൽ ആന യാതൊരു സൗണ്ടും ഉണ്ടാക്കാതെ ഇങ്ങനെ മറഞ്ഞു നിൽക്കും, പുല്ലിനകത്ത് നിൽക്കും. ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ ശിരുവാണി ഡാം കടന്ന് ഇങ്ങനെ നടന്നു പോയപ്പം ആനയുടെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച സ്മെല്ലുണ്ട്. നമ്മൾ സംസാരിക്കാതെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ സൈഡിലെ പുല്ലിൽ ഇത് ഒരു പിടി പുല്ലും പറിച്ചിട്ട് അനങ്ങാതെ നിൽക്കുകയാണ്. ചെവിയൊക്കെ ഇങ്ങനെ ചെവി ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അടുത്ത് വരികയും ഞങ്ങളുടെ മുന്നിൽ ചാടി. പെട്ടെന്ന് ചാടി ഓടി കഴിഞ്ഞ് ഞങ്ങൾ ഒരു തിട്ടിൽ കയറിയപ്പോൾ ആന അവിടെ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറേ സമയം ഇങ്ങനെ പുല്ലും ഇങ്ങനെ ആട്ടിക്കൊണ്ട് ഇങ്ങനെ വന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞങ്ങളും പോകുന്നില്ല, ആനയും പോകുന്നില്ല. ഞങ്ങളിങ്ങനെ മുകളിൽ കൂടെ കയറി ഇങ്ങനെ തിരിഞ്ഞ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ അതിന് പറമ്പിക്കുളം എന്ന് ഒരിക്കൽ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് തുറക്കാൻ വേണ്ടി ഞാൻ വരികയായിരുന്നു. രാവിലെയാണ് 6:30 തുറക്കാൻ വന്നപ്പോൾ ഒരു ആനക്കൂട്ടം നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ആനക്കൂട്ടം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ഈ ആനക്കൂട്ടത്തെ വാച്ച് ചെയ്തുകൊണ്ട് വേറെ ഒരു ആന ഒറ്റയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു അവിടെ റോഡിൽ. അടുത്ത് വന്നതോടുകൂടി ഇവൻ റോഡിൽ ചാടി എന്നെ പിടിക്കാൻ വേണ്ടി ചാടി. ഞാൻ ഓടി
പുറകോട്ട് ഓടി ഒരു കുഴി ചാടി അത് ഇട്ട് ഒരു കൾവെട്ടിൻ്റെ അടിയിലൊരു ഗ്യാപ്പുണ്ടല്ലോ, ആ ഗ്യാപ്പിനകത്ത് കയറി. ആ അങ്ങനെ രക്ഷപ്പെടാൻ എനിക്കങ്ങനെ ആനയെ പേടിയൊന്നുമില്ല. ആ ആന ഇനി ഓടിച്ചാലും രക്ഷപ്പെടാമെന്ന് എനിക്ക് നല്ല ധൈര്യമുണ്ട്, അതിപ്പോഴും ഉണ്ട്. ആ